മോഹൻലാലിന്റെ സിനിമാ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട് അടുത്തിടെ ഇറങ്ങിയ ഒരു സിനിമയിൽ. കണ്ടതെല്ലാം പോയി കാണപ്പോകത് നിജം എന്ന്. അത്തരത്തിലൊരു മുന്നറിയിപ്പാണ് ഇന്നലെ രാഹുൽ ഗാന്ധി ബീഹാറിൽ നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും നൽകിയിട്ടുള്ളത്. രാജ്യത്ത് നടക്കുന്ന വോട്ട് കൊള്ളയുടെ ഞെട്ടിക്കുന്ന ചിത്രങ്ങൾ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ പുറത്തുവിട്ട രാഹുൽ ഗാന്ധി വോട്ട് മോഷ്ടിച്ച കേന്ദ്ര സർക്കാരിന്റെയും ഒപ്പം മോദിയുടെയും ഉറക്കം കളഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴിതാ ഈ കണ്ടതൊന്നുമല്ല ഇനി വരാനുള്ളത് എന്ന ശക്തമായ ഒരു സൂചനയാണ് ബീഹാറിൽ നടന്നു വന്ന വോട്ടർ അധികാര യാത്രയുടെ സമാപന ചടങ്ങിൽ രാഹുൽ നൽകിയത്. താൻ മുൻപ് നടത്തിയ വാർത്താ സമ്മേളനം ആറ്റം ബോംബായിരുന്നുവെങ്കിൽ അതിലും വലിയ ഹൈഡ്രജൻ ബോംബാണ് ഇനി കൈവശമിരിക്കുന്നത് എന്നും അത് പൊട്ടിയാൽ മോദിക്ക് പുറത്തിറങ്ങി നടക്കാനാകില്ല എന്നുമുള്ള മുന്നറിയിപ്പിലൂടെ BJPയുടെ അടിവേരിളകാൻ പോകുന്ന ശക്തമായ എന്തോ ഒന്ന് വരാനുണ്ട് എന്ന സൂചനയാണ് രാഹുൽ നൽകുന്നത് എന്ന് വ്യക്തം. ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്ന വോട്ടുകൊള്ളയ്ക്കെതിരായ പോരാട്ടം അവസാനിക്കുന്നില്ല എന്ന സൂചനയാണ് രാഹുലിന്റെ വാക്കുകൾ. വോട്ടു ചോരിയിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇനിയും നടത്താനുണ്ട് എന്നും അന്ന് ആറ്റം ബോംബാണ് BJP കണ്ടത് എങ്കിൽ ഇനി കാണാനിരിക്കുന്നത് ഹൈഡ്രജൻ ബോംബാണ് എന്നുമാണ് സൂചന. എന്നാൽ ഏത് തരത്തിലായിരിക്കും ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുക എന്നോ അത് എപ്പോഴായിരിക്കുമെന്നോ രാഹുൽ ഒരു സൂചനയും നൽകിയിട്ടില്ല. എന്താണ് വെളിപ്പെടുത്താൻ പോകുന്നത് എന്നും രാഹുൽ ഒരു മുന്നറിയിപ്പും നൽകുന്നുമില്ല. പക്ഷേ അന്ന് കർണാടകയിലെ ഒരു മണ്ഡലത്തിലെ വോട്ടുകൊള്ള ചൂണ്ടിക്കാട്ടിയപ്പോൾ തന്നെ രാജ്യം മുഴുവൻ ഇതിലും വലിയ കൊള്ള നടന്നിരുന്നതായി രാഹുൽ വ്യക്തമാക്കിയിരുന്നതാണ്. മഹാരാഷ്ട്രയടക്കമുള്ള സംസ്ഥാനങ്ങളിലെ വോട്ട് മോഷണത്തെക്കുറിച്ചും അന്ന് സൂചന നൽകി. ഇത്തരത്തിൽ ഏതെങ്കിലുമാണോ അതോ മോദിയുടെ തന്നെ വാരണാസിയെക്കുറിച്ചുള്ള ബോംബാണോ ഇനി രാഹുൽ പൊട്ടിക്കുക എന്നാണ് അറിയേണ്ടത്. ഹൈഡ്രജൻ ബോംബ് പൊട്ടുന്നതോടെ മോദിക്ക് പുറത്തിറങ്ങി നടക്കാനാകില്ല എന്ന വാക്കുകളിൽ നിന്നും മോദിയെ ലക്ഷ്യമിട്ടുള്ള വെളിപ്പെടുത്തലാകും വരാനുള്ളത് എന്ന് ഊഹിക്കാം. വോട്ട് മോഷണത്തെക്കുറിച്ചുള്ള വലിയ സത്യങ്ങൾ ഇനിയുമുണ്ട്. അവയെല്ലാം ജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുമെന്ന രാഹുലിന്റെ വാക്കുകളിൽ വരാൻ പോകുന്ന വെളിപ്പെടുത്തലുകളുടെ സൂചനയുണ്ട്. അടുത്തുതന്നെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ബീഹാറിൽ നടക്കുന്ന വോട്ടുകൊള്ളയെക്കുറിച്ചുള്ള സത്യങ്ങൾ ഈ യാത്രയിൽ പല ഘട്ടങ്ങളിലായി വെളിപ്പെടുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടായിരിക്കും രാഹുലിന്റെ ഹൈഡ്രജൻ ബോംബ് പൊട്ടിത്തെറിക്കുക എന്ന് ഊഹിക്കാം. അതോടെ ബീഹാറിൽ മോദിയും BJPയും കണ്ട സ്വപ്നങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നേക്കും. ഇത്തരം സൂചനകൾ നൽകിയാണ് വോട്ടർ അധികാര യാത്ര ബീഹാറിന്റെ മണ്ണിൽ അലയൊലികൾ ഉയർത്തി സമാപിച്ചത്. 16 ദിവസമാണ് രാഹുൽ ഗാന്ധി ബീഹാറിന്റെ ഗ്രാമാന്തരങ്ങളുടെ മണ്ണിൽ ചവിട്ടി ബീഹാറുകളുടെ മനം കവർന്ന് നടന്നത്. യാത്ര വലിയൊരു വിജയമായി തീരുകയും ചെയ്തു. സമാപന യാത്രയിൽ രാഹുലിനെ കാണാനും കേൾക്കാനും എത്തിയ ജനസഞ്ചയം യാത്രയുടെ വിജയം വിളിച്ചോതുന്നുമുണ്ട്. വോട്ട് ജോലി എന്നാൽ വോട്ട് മോഷണം മാത്രമല്ല എന്നും നമ്മുടെ അവകാശങ്ങളും സംവരണവും തൊഴിലും വിദ്യാഭ്യാസവും ജനാധിപത്യവും കവരുന്നതാണ് എന്നുമുള്ള വാക്കുകളിലൂടെ ബീഹാർ യുവത്വത്തിന്റെ മനസ്സിൽ പോരാട്ടത്തിന്റെ ശംഖ് വിളിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ അതേ ശക്തികളാണ് ഡോക്ടർ BR അംബേദ്കറുടെയും മഹാത്മാഗാന്ധിയുടെയും ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടനയെ തകർക്കാൻ അവരെ അനുവദിക്കില്ല എന്നുമുള്ള ആർജവമുള്ള വാക്കുകൾ ഏതൊരു ജനാധിപത്യ സ്നേഹിയുടെയും മനസ്സിൽ സമരജ്വാല തീർത്തിട്ടുണ്ടാകും. വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ചെറുതൊന്നുമാകില്ല. അത് മനസ്സിലാക്കി തന്നെയാകണം ഇന്നലെ യാത്ര ഡാക് ബംഗ്ലാവിൽ തടയുന്ന സ്ഥിതി ഉണ്ടായതും. NDA ഭരിക്കുന്ന സംസ്ഥാനത്ത് പോലീസിന്റെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് യാത്ര പൊളിക്കാൻ നടത്തിയ നീക്കങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ചരിത്രയാത്ര വൻ വിജയമാക്കിയത്. യാത്ര അലങ്കോലമാക്കുന്ന തരത്തിൽ സമാപന ദിവസം പോലീസ് നടത്തിയ ഇടപെടലുകൾ കണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പ്രകോപിതനായി. പോലീസ് യാത്രയോട് കാണിച്ച ശത്രുതാപരമായ സമീപനത്തെ സമാപന വേദിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ അതിനിശിതമായി വിമർശിക്കുകയും ചെയ്തു. വോട്ട് കള്ളൻ കസേര ഒഴിയൂ എന്ന മുദ്രാവാക്യം പട്നയിലെ ഗാന്ധി മൈതാനത്ത് അലയടിച്ചു. BJP ഉയർത്തിയ പ്രതിഷേധങ്ങൾക്ക് മറുപടിയായി ഗാന്ധി പ്രതിമയിൽ നിന്ന് അംബേദ്കർ പ്രതിമയിലേക്ക് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഇന്ത്യ സഖ്യ നേതാക്കളും മാർച്ച് നടത്തിയ ശേഷമാണ് സമാപന സമ്മേളനം ആരംഭിച്ചത്. അവകാശ ജനാധിപത്യ ഭരണഘടനാ സംരക്ഷണത്തിനായുള്ള പോരാട്ടം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് ഉറച്ച ശബ്ദത്തിൽ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു. ജനം മാറ്റമുറപ്പിച്ചതിനാൽ ഇരട്ട എഞ്ചിൻ സർക്കാർ ഉടൻ താഴെ വീഴുമെന്ന് മല്ലികാർജുൻ ഖാർഗെയും നിതീഷ് കുമാർ അബോധാവസ്ഥയിലെന്ന് തേജസ്വി യാദവും പറയുന്നു. TMC അടക്കം എല്ലാ ഇന്ത്യ സഖ്യ പാർട്ടികളുടെയും പ്രതിനിധികൾ പരിപാടിക്കെത്തി. ഇതോടെ ബീഹാർ പ്രചാരണ ചൂടിലേക്ക് കടന്നു. ബീഹാറിന്റെ 75% ജില്ലകളിലും വോട്ടർ അധികാര യാത്രയുമായി രാഹുൽ എത്തി. ബീഹാറിലെ ആകെയുള്ള 38 ജില്ലകളിൽ 25 ജില്ലകളിലും രാഹുൽ തന്റെ യാത്രയുമായി കടന്നെത്തി.
ഇക്കഴിഞ്ഞ 16 ദിവസങ്ങളിലും രാഹുലിന്റെ നിഴല് പോലെ തേജസ്വി യാദവും ഉണ്ടായിരുന്നു. ഇത് ബീഹാറിന്റെ യുവത്വത്തിനിടയിൽ യാത്രയ്ക്ക് വലിയ സ്വീകാര്യത നേടിക്കൊടുത്തു. ബീഹാറിലെ ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ ഒരു എഞ്ചിൻ കുറ്റകൃത്യത്തിലും മറ്റേത് അഴിമതിയിലുമാണ് എന്നാണ് RJD നേതാവ് തേജസ്വി യാദവ് സമാപന സമ്മേളനത്തിൽ പറഞ്ഞത്. നിരവധി പേരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റുകയും വളരെ തന്ത്രപരമായി നിരവധി കള്ളവോട്ടുകളും ചേർക്കുന്നുണ്ട് എന്ന പ്രസ്താവനയിലൂടെ ബീഹാറിൽ നടക്കുന്ന കള്ളത്തരത്തിന്റെ യഥാർത്ഥ ചിത്രം സ്വന്തം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ തേജസ്വിക്ക് സാധിച്ചു. ഒപ്പം യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചെത്തിയ അഖിലേഷ് യാദവ് മുതൽ MK സ്റ്റാലിൻ വരെയുള്ള നേതാക്കൾ യാത്രയുടെ വിജയത്തിന് നൽകിയ പങ്കാളിത്തവും ചെറുതല്ല. കേന്ദ്ര സർക്കാരിനെതിരെ വോട്ട് കവർച്ച ആരോപണം ഉയർത്തി ഓഗസ്റ്റ് 17 ബീഹാറിലെ നെസാറാമിൽ നിന്ന് തുടങ്ങിയ യാത്രയിൽ വൻ ജനപങ്കാളിത്തമായിരുന്നു. സമാപനത്തിലും ആയിരങ്ങളാണ് അണിനിരുന്നത്. ബീഹാറിലെ 25 ജില്ലകളിലൂടെ 1300-ലധികം കിലോമീറ്റർ സഞ്ചരിച്ച് 110 നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ട് ജോലിയുടെ കൃത്യമായ രാഷ്ട്രീയം വിളിച്ചു പറഞ്ഞ യാത്ര കോൺഗ്രസിനും മഹാഗഠബന്ധൻ മുന്നണിക്കും നൽകുന്ന ശുഭാപ്തി വിശ്വാസം ചെറുതല്ല. അതിന്റെ അലയൊലി ബീഹാറിലെ BJP-യെയും NDA-യും ഏത് രീതിയിലാകും ഉലയ്ക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.